ആഘോഷിക്കുന്ന തിരക്കിലായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങളുടെ ആഘോഷങ്ങളൊക്കെ ഒന്നുകൂടി കളറാക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി സമ്മാനം തന്നാലോ? യെസ്, അപ്പോൾ എക്സാമിനർ നിങ്ങൾക്ക് ഒരു അടിപൊളി സമ്മാനം തരാൻ പോവാണ്, ഒരു ഓണം ഓഫർ. അപ്പോൾ നമ്മുടെ 6ാം ക്ലാസ്സുകാർക്കാണെങ്കിൽ യുവ ബാച്ചും 7ാം ക്ലാസ്സുകാർക്ക് സൃഷ്ടി ബാച്ചും, ഈ 2 ബാച്ചിലേക്കും ഒരു വർഷത്തേക്ക് 1899 രൂപയ്ക്ക് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമ്മുടെ ബാച്ചിലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഓണപരീക്ഷ കഴിഞ്ഞപ്പോൾ നമ്മുടെ ബാച്ചിലുള്ള കുട്ടികളുടെ ഫീഡ്ബാക്ക് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൊതുവേ ഓണപരീക്ഷ ടഫായിരുന്നു, പക്ഷേ എങ്കിൽ കൂടി അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും അതേപോലെ ചാപ്റ്റർ വൈസ് ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ അതിൻ്റെ വർക്ക്ഷീറ്റും എക്സാമും മോഡൽ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തതുകൊണ്ട് അവർക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എക്സാം എഴുതാൻ പറ്റി. ബാക്കിയുള്ള കുട്ടികളെ കമ്പയർ ചെയ്തപ്പോൾ അവർക്ക് അത്യാവശ്യം അത്രയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോലും വിചാരിച്ച സമയത്തേക്കാൾ നേരത്തെ തന്നെ എഴുതി തീർക്കാനൊക്കെ പറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. അപ്പോൾ നിങ്ങൾക്ക് അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് നമ്മുടെ ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ട് ലൈവ് ക്ലാസ്സുകളാണ്. അപ്പോൾ ആ ലൈവ് ക്ലാസ്സിൽ കൂടെ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ കോൺസെപ്റ്റും അത്രയും ക്ലിയർ ആവാൻ വേണ്ടി സാധിക്കും. അതേപോലെ ഓരോ ടെക്സ്റ്റിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ലൈവ് ക്ലാസ്സിൽ കൂടെ തന്നെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. പിന്നെ ആ ക്ലാസ് കഴിയുന്നതോറും നിങ്ങൾക്ക് അതിൻ്റെ PDF നോട്ട്സ് അയച്ചു തരും. നിങ്ങളുടെ ഫേവറേറ്റ് ഫാക്കൽറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക, അപ്പോൾ അവർ എഴുതിയിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് അയച്ചു തരും. അതേപോലെ ഓരോ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മതിയോ? പോരാ, ഇനി വരാൻ പോകുന്ന പരീക്ഷകളൊക്കെ അത്രയും സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പോൾ അത്രയും നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കണം. അപ്പോൾ എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അതിന് വേണ്ടിയിട്ട് വർക്ക്ഷീറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കാം. അതേപോലെ ഒരു ചാപ്റ്റർ നിങ്ങൾ എത്രത്തോളം മനസ്സിലായി എന്ന് നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തുക? അതിൻ്റെ പരീക്ഷ എഴുതുമ്പോഴാണ്. അപ്പോൾ ഓരോ ചാപ്റ്റർ കഴിയുന്നതോറും ചാപ്റ്റർ വൈസ് എക്സാംസ് ഉണ്ടാവും. പിന്നെ എക്സാമിനോടൊക്കെ അടുപ്പിച്ച് മോഡൽ എക്സാമുകളൊക്കെ. അപ്പോൾ ഈ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്ത ഒരു കുട്ടിക്ക് അത്രയും കോൺഫിഡൻസ് കിട്ടും പോയിട്ട് ഒരു എക്സാം എഴുതാൻ. ഇനി വരാൻ പോകുന്ന ക്രിസ്മസ് പരീക്ഷ, അപ്പോൾ അതിനൊക്കെ നമുക്ക് എക്സാം എങ്ങനെയായിരിക്കും? എന്തായാലും സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും, കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും എന്ന് നമുക്കിപ്പോൾ ഓൾറെഡി മനസ്സിലായി. അപ്പോൾ ഇപ്പോൾ ഒരു ഓണപരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളൊരു മോഡൽ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറേയൊക്കെ മിസ്റ്റേക്സ് ഒഴിവാക്കാമായിരുന്നു. പരീക്ഷേൻ്റെ ആ ഒരു ടൈം മാനേജ്മെൻ്റ് ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുമായിരുന്നു. അത്രയും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒരു ചോദ്യം ഇത്ര സമയത്തിനുള്ളിൽ എഴുതി തീർക്കണം എന്നുള്ള പ്രോപ്പർ പ്ലാനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് കുറേ പേർക്ക് സമയം കിട്ടാത്ത പ്രശ്നം വന്നത്. അപ്പോൾ ഇനിയുള്ള അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പരിഹരിക്കാം. അപ്പോൾ ഈ ബാച്ചിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ നിങ്ങൾ നല്ലൊരു മാർക്കിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇനി വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാം ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, ഇപ്പം മുതലേ പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഈ ഒരു ഓഫർ, ഈ ഒരു ചാൻസ് മിസ്സാക്കിയത് സെപ്റ്റംബർ 5 വരെയേ ഉള്ളൂ. അപ്പോൾ വേഗം തന്നെ എന്ത് ചെയ്യുക മക്കളെ, ഈ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് നമുക്ക് യുവ ബാച്ചിൻ്റെയും സൃഷ്ടി ബാച്ചിൻ്റെ കൂടെ പഠിക്കാം. യെസ്, ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ നിങ്ങളുടെ ഓണമൊക്കെ ഒന്ന് കളറാക്കുക, എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക.